കേരള തീരത്തെ അമൂല്യവും അപൂർവവുമായ കരിമണൽ സമ്പത്ത് സ്വകാര്യ മേഖലയ്ക്ക് തീറെഴുതുന്ന UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ജനങ്ങളെ ആകെ അണിനിരത്തി അതിശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ജൂലൈ 3-ാം വാരത്തിൽ ആലപ്പുഴയിൽ കരിമണൽ ഖനനത്തിനെതിരെ CPI ബഹുജന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ അടക്കം യോജിക്കാവുന്ന എല്ലാവരുമായും കൈകോർത്ത് നീങ്ങും. ലോല പരിസ്ഥിതിയും തീരദേശ ജനതയെയും അപകടപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ ഖനന ലോബിക്ക് വൻ ലാഭമുണ്ടാക്കി കൊടുക്കാനുള്ള ഈ നീക്കത്തിൽ അഴിമതിയുടെ സാധ്യതകളും ദേശരക്ഷാ പ്രതിസന്ധികളും ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ എല്ലാ ക്ഷേമ സേവന രംഗങ്ങളിലും സർക്കാർ നേരിട്ട് നടത്തിയ നിക്ഷേപങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി വളരാൻ കേരളത്തിന് കഴിഞ്ഞത്. ഈ വസ്തുതയെ തമസ്കരിച്ച് കടൽ ഭീതിയുടെ വ്യാജ പ്രതീതി സൃഷ്ടിച്ച് പൊതുവിഭവങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൊള്ളയടിക്കാൻ അവസരം സൃഷ്ടിക്കുകയാണ് UDFന്റെ ധവളപത്രവും ബജറ്റും. അവയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും അപകടകരമായ നിർദ്ദേശങ്ങൾ ഒന്നാണ് സ്വകാര്യ കരിമണൽ ഖനനം. KMML, IREL എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി നിയന്ത്രിതവും ക്രമീകൃതവുമായി ഖനനം നടത്തിവന്ന പൊതുനയമായിരുന്നു കേരളം ഇതുവരെ സ്വീകരിച്ചിരുന്നത്. ഇതിൽ നിന്നുള്ള കുതന്ത്രപൂർണമായ വ്യതിചലനത്തിന് VD സതീശൻ സർക്കാർ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തോടെ കണക്ക് പറയേണ്ടി വരുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തോട്ടപ്പള്ളി, ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ മേഖലകളിലും കൊല്ലത്തെ തീരദേശങ്ങളിലും കരിമണൽ ഖനനത്തിനെതിരായി മത്സ്യത്തൊഴിലാളികളും പരിസ്ഥിതി പ്രവർത്തകരും എല്ലാം നടത്തിയ പോരാട്ടം ചരിത്രപരമാണ്. ആ സമരവീര്യം കെട്ടടങ്ങിയെന്ന് UDF സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എന്നാൽ കരിമണൽ സ്വകാര്യവത്കരണം എന്ന പ്രചരണം തെറ്റാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബജറ്റിൽ എവിടെയാണ് അങ്ങനെ ഒരു പരാമർശമുള്ളതെന്ന് VD സതീശൻ ചോദിച്ചു. ബജറ്റ് നിർദ്ദേശം വായിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷം ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയാണെന്ന് വിമർശിച്ച സതീശൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും വാക്ക് മാറില്ലെന്നും യൂടേൺ ഇല്ലെന്നും കൂട്ടിച്ചേർത്തു. കേന്ദ്ര സംസ്ഥാന സംയുക്ത സംരംഭമാണ് ലക്ഷ്യമിടുന്നതെന്നും വാല്യൂ അഡീഷൻ മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിലെ കരിമണൽ ആരാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ച മുഖ്യമന്ത്രി കഥയുണ്ടാക്കാം, ഇല്ലാ കഥകൾ ഉണ്ടാക്കരുതെന്നും കൂട്ടിച്ചേർത്തു.